സാർ, സ്വാതിയുടെ മെയിൽ ഓപ്പൺ ചെയ്ത് വീഡിയോ നോക്കിയത് ഒരു പെണ്ണാണ് സാർ. പേര് ജോസ്ന, ബ്ലോക്ക് ബി, ശോഭ ആൽഡി അപ്പാർട്ട്മെന്റ്സ്, ബഞ്ചാര ഹിൽസ്. സ്വാതിയും അതേ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് സാറേ. ആ പെണ്ണിനും ഈ പെണ്ണിനും തമ്മിൽ എന്തായിരിക്കും ബന്ധം? ഇവനറിയാം സാറേ. ആരവൻ? ആ പെണ്ണിനെ കൊന്നത് ഇവനാണ് സാറേ. അപ്പൊ ഇവനെ ഫോളോ ചെയ്തപ്പം പെട്ടുപോയതാ ഇവൻ. ഇയാളെന്തിനെ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇവന് എല്ലാ കഥകളും അറിയാം സാറേ. ചേച്ചി, സത്യാവസ്ഥ ആർക്കും അറിയില്ല സാർ. എനിക്ക് അറിഞ്ഞത് അന്ന് അവൻ ആ C++ എന്ന് പറഞ്ഞപ്പോ. മരിച്ചുപോയ സ്വാതിക്കും ജോസിനിക്കും തമ്മിൽ എന്താണ് ബന്ധം? ഇവനേതോ ഇംഗ്ലീഷ് കോൺവെന്റ് പഠിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. ടു ദ റെസ്പെക്റ്റഡ് റിച്ച് എഡ്യൂക്കേറ്റഡ് സർ, I studied 7th class only, but I learned English lonely. Can I have the water keenly? It's your faithfully. ഇംഗ്ലീഷ് സംസാരിച്ചാൽ അടിക്കുന്ന എന്തിനാ സർ? അറിയാം, പക്ഷെ മലയാളം വളരെ ഇഷ്ടം. അങ്ങനെയാണോ സർ? നിങ്ങൾക്ക് അബ്രഹാം ലിങ്കനും ജോൺ എഫ് കെന്നഡിക്കുള്ള സംബന്ധം അറിയാമോ? ഇത് ഇംഗ്ലീഷ് അല്ല സർ, അവരുടെ പേരാ. സ്വാതിയും ജോസിനെ പറ്റി ചോദിച്ചപ്പോ മറ്റുള്ളവരുടെ കാര്യം പറയുന്നു. മാറ്റർ അവിടെ നിന്ന് ഓപ്പൺ ചെയ്താലേ കഥയിൽ ക്ലാരിറ്റി ഉണ്ടാവും സർ. നിനക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്നും മിസ് ചെയ്യാതെ എല്ലാം എന്നോട് പറയണം. ആ കുട്ടികൾ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ച കാര്യം സ്വാതി അറിഞ്ഞുകൊണ്ട് സ്വാതിയെ കൊന്നു കളഞ്ഞു. ഇപ്പൊ ആ കാര്യം ജോനും അറിയാം. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് ജോനെ കൊല്ലാൻ പോകുന്നത്. എന്താ ബ്രോ? യെസ്, ജോനി അതിനു വേണ്ടിയാണ് കൊല്ലാൻ പോകുന്നത്. എപ്പോ ബ്രോ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ആലിപ്പഴം പെയ്തിരുന്നു. അതല്ല, വിധിയെ മാറ്റാമെന്ന് നിങ്ങൾ ഇന്റർഫിയർ ആകുവാണെങ്കിൽ എന്നോ സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ മുൻപേ സംഭവിക്കാം. ഹലോ, എന്താ ചെയ്യുന്നേ? ലാപ്ടോപ്പിന് മുമ്പിലാ ജീവ. സ്വാതിയുടെ വീഡിയോസ് ഒക്കെ പെൻഡ്രൈവില് കോപ്പി ചെയ്യുക. അവള് കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു. ജോ, പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ജോ, അവിടുന്ന് പെട്ടെന്ന് പോ. ജീവ, എന്താ കാര്യം? വാട്ട് ഹാപ്പൻഡ്? പറയുന്ന കേൾക്ക്. ജസ്റ്റ് ഫ്യൂ മോർ സെക്കൻഡ് ജീവ, കോപ്പി ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ തന്നെ എണീച്ച് പോവാൻ. ഡൺ. ഓക്കേ ഓക്കേ ഫൈൻ. മുഖത്ത് കണ്ണില്ലടോ? എന്തുവാടാ നോക്കി പേടിപ്പിക്കുന്ന പന്ന നായ? ജോ, ആർ യു ഓക്കേ? ജീവ, ആരോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്തിനാ ഫോളോ ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ജോ, റിലാക്സ്. പറയുന്ന കേക്ക്. ഇപ്പൊ എവിടെയാ? സെല്ലറില് ആരുടെയോ കാർ എടുത്താ ഞാനിപ്പോ രക്ഷപ്പെട്ടത്. കാറോ? നീ എന്തിനാ കാർ എടുത്തു ജോ? എന്ത് ചെയ്യണമെന്ന് അറിയില്ല ജീവ. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. പേടിയാവുന്നു ജീവ. നല്ലോണം മഴയും പെയ്യുന്നുണ്ട്. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് ജിനു. എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. ജോ, കാം ഡൗൺ. ഉടനെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോ. ഇപ്പൊ നീ എവിടെയല്ലേ? ഗച്ചിപ്പോലി ക്ലോക്ക് ടവറിന്റെ അടുത്താ ഉള്ളത്. അയ്യോ, ഗച്ചിപ്പോലി ക്ലോക്ക് ടവറോ?
ജീവ ഹാൻഡ് ബ്രേക്ക് പിടിച്ച് റൈറ്റ് തിരിയാനാ പറഞ്ഞേ. ജീവ പോലീസ് സ്റ്റേഷൻ ലെഫ്റ്റിലാ ഉള്ളത് ജീവ. പറഞ്ഞത് ചെയ്യ. റൈറ്റ് ഹാൻഡ് ബ്രേക്ക്. I'm all right, ജീവ. ഇതെന്താ പറ്റിയെന്നൊരു പിടുത്തല്ലടവേ. ഭയങ്കര ഇടിയായിരുന്നു കേട്ടോ. ഓ, നിസാരക്കാരനല്ലാന്ന് ആളെ കാണില്ല. ആളെ കൊണ്ടുവരണ്ടോ? പുള്ളി വന്നുണ്ടല്ലോ. പുള്ളി എന്ത് ചെയ്യാനായിരിക്കും? വിളിക്കാട്ടോ. ആക്സിഡന്റ്. ആ അതെ അതെ, എന്ത് പ്രയോജനം, ഒരാള് പോലും ചത്തിലടാവേ. ഇയാൾ എന്തിനാണ് പേര് അടിച്ചേ? ഇയാൾക്ക് എന്നെ അറിയാമോ? ഞാൻ ഇല്ലാത്ത പറ്റി വീട്ടിൽ വേണം, അതിനെ ഞാൻ കാണിച്ചുതരാം. കാറിലുണ്ടായിരുന്ന പെണ്ണ് ഇവിടെ. ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആംബുലൻസോ? ഏത് ഹോസ്പിറ്റൽ ആംബുലൻസ്? അത് ഒളിമ്പസ് ഹോസ്പിറ്റലിലേക്കാ. അല്ലനിയ, നീ എവിടെയാ നിൽക്കുന്നേ? വേറെ എവിടെ കാണാനാ? ഗച്ചിപോലി ക്ലോക്ക് ടവറിലായിരിക്കും ഉള്ളത്. ഉറുമ്പെ എന്തിനാ കടിച്ചെന്ന് ചോദിച്ചാ എന്റെ പൊത്തില് കൈയിട്ടത് കൊണ്ടാണ് കടിച്ചെന്ന് പറയും. അവളെ കൊല്ലണമല്ലേ, അതുകൊണ്ടാണ് ഞാൻ അവളെ കൊന്നത്. അല്ലനിയ, ഒരാളെ പോലെ 7 പേരുണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അതെന്താ വർമ്മ? പാരലൽ ലൈഫ് സർ. അതന്നെ, ഞാൻ ആദ്യമായിട്ട് കേട്ടതാ. ആ ആംഗിളിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ചോയെ കൊല്ലാണ്ടിരിക്കാൻ പറ്റുമോ? നീ എന്തിനാ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി വിധി മാറ്റി എഴുതാൻ ഇത്രയ്ക്കും കഷ്ടപ്പെടുന്നത്? കഷ്ടപ്പെടുന്നവരെ ഞാൻ എപ്പോഴും എൻകറേജ് ചെയ്യും അനിയ. നീ കഷ്ടപ്പെട്. ജൂബിലി ഹിൽസിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പുതിയ ബ്രാഞ്ച് പടുത്തോണ്ടിരിക്കുക. അവിടെ വന്ന് അവളെ രക്ഷിക്കാൻ ഒന്ന് ശ്രമിക്കുക. ഓക്കെ ആണോ? ഹലോ, എല്ലാം ഓക്കെ ആണോ? ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവൾ ഉറങ്ങുവാണ് സാറേ. അവനും വന്നോണ്ടിരിക്കുക. ടൈമിംഗ് എന്തായാലും കറക്റ്റ് ആയിരിക്കും. അവളെ കൊന്നിട്ട് പോലീസിനെ അറിയിച്ചേക്കാം. ഏയ്, എങ്ങോട്ടടി പോകുന്നേ?